ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഹിസ്റ്റോറിയോഗ്രഫി, അതായത് എന്താണ് ചരിത്രരചനാ ശാസ്ത്രം, അതുപോലത്തെ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത് പഠിക്കുന്ന വിഷയങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ക്വാസി ഹിസ്റ്ററിയെ പറ്റിയാണ്. ഈ ഒരു ക്വാസി ഹിസ്റ്ററി എന്നുള്ളത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്. കഴിഞ്ഞ വർഷം 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ ലെങ്ത്ത് കുറവായൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ക്വാസി ഹിസ്റ്ററി, അതായത് അർദ്ധചരിത്രം. അർദ്ധചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അതൊരു പൂർണ്ണ ചരിത്രമല്ല, അർദ്ധമായിട്ട് ചരിത്രമാണ്. അതായത് അതൊരു ചരിത്രമായിട്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലൊരു ചരിത്രമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ കഴിയില്ലെങ്കിലും ഒരു അർദ്ധചരിത്രം അങ്ങനെ കണക്കാക്കാൻ കഴിയും. അങ്ങനെ മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് അർദ്ധചരിത്രം? ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിലും പൂർണ്ണ ചരിത്രമായി പരിഗണിക്കാൻ കഴിയാത്തവയാണ് ഈ ഒരു അർദ്ധചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മുത്തശ്ശി കഥകൾ, നാടോടി കഥാഗാന പാരമ്പര്യങ്ങൾ, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ വീരഗാഥകൾ. അപ്പോൾ ഇതൊക്കെയാണ് അതിന് ഉദാഹരണം. ഇപ്പോൾ ഉദാഹരണത്തിന് മുത്തശ്ശി കഥകൾ, അത് ഈ ഒരു പൂർണ്ണ ചരിത്രമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മുത്തശ്ശി കഥകൾ, അതായത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ നമ്മൾ കേട്ട് കേറിൻ്റെ കഥകളാണ്. അപ്പോൾ അതിൽ മനുഷ്യന്മാർ പല രീതിയിൽ അതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പണ്ട് കാലത്ത് ജീവിച്ച ഒരാളാണെന്ന് വെക്കുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ കേട്ട കഥകളെ മാറ്റി തിരുത്തി വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു വസ്തുതാരഹിതമായ പല കാര്യങ്ങളും അതിൽ കടന്നുകൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസയോഗ്യമാണെങ്കിലും കൂടുതലും ഒരു 50-50, 50% വിശ്വസിക്കാം, 50% വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. ആ രീതിയിലുള്ള ചരിത്രങ്ങളാണ് ഈ ഒരു അർദ്ധചരിത്രത്തിൽ പെടുക. ഈ ഒരു അർദ്ധചരിത്ര രചനയുടെ വളർച്ചയുടെ സ്വാഭാവിക പരിണാമമായിരുന്നു ചരിത്രവും ചരിത്രരചനയും. ആ പോയിന്റ് ശ്രദ്ധിക്കുക. അതായത് ഈ അർദ്ധചരിത്ര രചനാശാസ്ത്രം, അതായത് അർദ്ധചരിത്ര രചനകൾ വളരെയധികം ഡെവലപ്മെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ അത് ധാരാളം കുറേ സംഭാവനകൾ ഇന്നത്തെ കാലത്തുള്ള ചരിത്രത്തിന് നൽകിയിട്ടുമുണ്ട്. അതായത് ഇങ്ങനത്തെ ഈ മുത്തശ്ശി കഥകളിൽ നിന്നൊക്കെ ഒരു പുരാതന കാലത്തെ ഈ ഒരു സമൂഹം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അങ്ങനെ പല രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് അതിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അർദ്ധചരിത്രം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ധാരാളം കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ചരിത്രത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ്, അർദ്ധചരിത്രത്തെ പൂർണ്ണമായ ചരിത്രമായി പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 3-4 പോയിന്റ് എഴുതിയാൽ നമുക്ക് ഈ ഒരു അർദ്ധചരിത്രത്തെ പറ്റിയുള്ള ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ചെറിയ മാർക്കിനാണ് ഈ ഒരു അർദ്ധചരിത്രത്തെ പറ്റി ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു അർദ്ധചരിത്രത്തെ പറ്റിയുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും ഈ ക്ലാസ്സിൽ മാറ്റം വരുത്തണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു.